UDFിൻ്റെ നേതാക്കൾ പറയുന്നത് എങ്ങനെയും നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിക്കും എന്നുള്ളതാണ്. കാരണം നേരത്തെയൊക്കെ UDFിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു ആര്യാടൻ മുഹമ്മദിൻ്റെയൊക്കെ കാലത്ത്. അപ്പോൾ ആ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് UDF നേതാക്കൾ അവകാശപ്പെടുന്നത്. UDFിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ആഗ്രഹപ്രകടനം സ്വാഭാവികമാണ്. കാരണം അതിദീർഘമായൊരു കാലം UDFിലെ ഒരു നേതാവ് ഇവിടെ MLA ആയിട്ടിരുന്നതാണ്. 34 കൊല്ലമോ മറ്റാണ് അദ്ദേഹം MLA ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അദ്ദേഹത്തിൻ്റെ മകനെന്നായിരുന്നു. അതാണ് പൂർണ്ണമായി നിരാകരിച്ചത്. 34 കൊല്ലം ഒരാൾ, പിന്നെ ഒരു 34 കൊല്ലം അദ്ദേഹത്തിൻ്റെ മകൻ എന്നൊക്കെ പറയുമ്പോഴേക്കിന് പിന്നെ അതുകൂടി ഒരു അരനൂറ്റാണ്ടിൻ്റെയൊക്കെ മേലേക്ക് പോകുന്നത്, പതിറ്റാണ്ടുകളാണ്. അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് അതും കൂടി ഉൾക്കൊണ്ടതാണ് ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥിയുടെ ആദ്യ പരാജയത്തിൻ്റെ ഒരടിത്തറ. അന്നത്തെ രാഷ്ട്രീയ സ്ഥിതികൾ വേറെ ഉണ്ട്. അപ്പോൾ പിന്നെ തുടർന്ന് വീണ്ടും അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുപ്പെടുന്നു. അപ്പോഴും ഇടതുപക്ഷം തന്നെയാണ് ജയിച്ചത്. അപ്പോൾ നമ്മൾ കണ്ടത് ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ളൊരു മണ്ഡലമാണത്. ബാക്കി ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് പലപ്പോഴും UDF ജയിച്ചു പോയിട്ട്, പ്രധാനമായും ജാതീയ വർഗീയ ഘടകങ്ങളെ. നല്ല നിലയിൽ പൊളിറ്റിക്കലായ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന അനുഭവം ഈ നിലമ്പൂരിലുണ്ട്. 5 തവണ ഇടതുപക്ഷ MLAമാർ തിരഞ്ഞെടുക്കപ്പെട്ട അനുഭവം ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ആ നിലയിൽ നമുക്ക് നല്ല സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്, അല്ലാതെ എഴുതി തള്ളേണ്ട മണ്ഡലമല്ല. അതുപോലെ ഈ കോൺഗ്രസിനകത്ത് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഈ പ്രാദേശിക തലത്തിൽ ഉയർന്നു വരുന്നൊരു വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അല്ല, UDFിനകത്ത് വലിയ തർക്കങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിപ്പോൾ ഒന്ന് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ അവസാന നിമിഷം വരെ പുറത്തു വരികയുണ്ടായി. അവസാനം സാധാരണ പതിവ് കോൺഗ്രസ് ശൈലിയിൽ അവരെല്ലാം അത് അടച്ച് കോർക്കിട്ട് വെക്കുകയാണ് ചെയ്യുക. അത് എല്ലാ കാലത്തും കോൺഗ്രസ്സിലുള്ള ഒരു ശൈലിയാണ്. ആ നിലയിൽ തന്നെ ഇവിടെ ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നങ്ങളെ അവർ പലതരം ഒത്തുതീർപ്പുകളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും ഒതുക്കി തീർത്തിട്ടുണ്ടെങ്കിലും വലിയ തോതിലുള്ള തർക്കങ്ങൾ കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്നുണ്ട്. പഴയ കുടുംബാധിപത്യത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ തന്നെ കോൺഗ്രസ്സിൽ വലിയ തർക്കമുണ്ടാക്കുന്നുണ്ട്. വേറൊരു ഭാഗത്ത് പ്രധാനപ്പെട്ട പലരെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തരം ആളുകൾ സ്ഥാനാർത്ഥികളാക്കുന്നത്. അതിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ സ്ഥാനാർത്ഥിത്വം കിട്ടുന്നതിന് വേണ്ടി തന്നെ നടത്തുന്ന ചരടുവലികളുടെ പ്രശ്നമുണ്ട്. ഇപ്പോൾ അവർ അൻവറിൻ്റെ ഒരു പിൻബലത്തോടു കൂടി വേഗത്തിൽ ജയിക്കാം എന്നുള്ള നിലയ്ക്ക് തയ്യാറാക്കിയ ആ കാര്യപരിപാടിയും ആ എളുപ്പമല്ല കാര്യങ്ങൾ എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലാണ് ഇപ്പോൾ അവിടെ വന്നിട്ടുള്ളത്. ഈ അൻവറിൻ്റെ കാര്യത്തിൽ കിടക്കുമ്പോൾ വലിയ വെല്ലുവിളിയൊക്കെ നടത്തിക്കൊണ്ട് LDF നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു ഇവിടുത്തെ നിലമ്പൂരിലൊരു പ്രാദേശിക നേതാവ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് വെച്ചാൽ UDFിൻ്റെ മുന്നിൽ വാതിൽ തുറക്കുന്നതിന് വേണ്ടി ഞാൻ പലതവണ അപേക്ഷിച്ചു, എന്നിട്ട് പോലും തൻ്റെ മുഖത്ത് ചവിട്ടുന്നൊരു നിലപാടാണ് സ്വീകരിച്ചതെന്നൊക്കെയാണ്. അല്ല, സ്വാഭാവികമായിട്ടും സംഭവിക്കാനിടയുള്ളൊരു കാര്യമാണത്. UDFിനെ കുറിച്ച് അറിവുള്ള ഒരാൾ ഇത്തരം ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കരുതായിരുന്നു. അതാണ് സംഭവം. അപ്പോൾ UDF സ്വാഭാവികമായും വലിയ പ്രലോഭനങ്ങൾ നീട്ടിവെക്കും. അവർക്ക് ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാവും. രണ്ടും നമ്മൾ കാണണില്ലേ. ഇപ്പോൾ UDF വിരിച്ച വലയിലേക്കാണ് അദ്ദേഹം പോയി അവിടെ ചെന്നപ്പോൾ ഇവിടുന്ന് കണ്ടതിനേക്കാളും അപകടകരമാണ് എന്നുള്ള ഒരു തിരിച്ചറിവെന്നാണ് നമ്മൾ കണ്ട അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ. ഇവിടെ അദ്ദേഹം പോയപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത CPIMൻ്റെ ഏതെങ്കിലും ഒരാളെ പോലും ഒപ്പം കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വസ്തുത കേരളം മുഴുവൻ മനസ്സിലാക്കിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കരുത്തുണ്ട്. അത് രാഷ്ട്രീയ നിലപാടിനൊപ്പമാണ്, പാർട്ടിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനൊപ്പമാണ് ജനങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ആ നിലയിൽ CPIMന് നിന്ന് ആരെയും കൊണ്ടുപോകാൻ കഴിയാതെ ഒറ്റയ്ക്കാണ് അൻവർ പോയത്. അപ്പോൾ അൻവർ പോയി എന്നതിനപ്പുറത്തേക്ക് അത് രാഷ്ട്രീയമായി നിയോജകമണ്ഡലത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ല. പിന്നെ അൻവർ ഉന്നയിച്ച വിഷയങ്ങളാകട്ടെ വളരെ യുക്തിഭദ്രമല്ലാത്ത വിഷയങ്ങളാണ്. താർക്കികമായി കുറേ കാര്യങ്ങൾ പോകാനൊരു ന്യായം പോലെ പറയുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രത്യേകത. മാധ്യമങ്ങളുടെ ഒരു പിന്തുണയോട് കൂടിയിട്ട് മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു കാര്യങ്ങളുടെ ക്രമപ്രബുദ്ധമായ അവതരണമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. അതൊന്നും മൗലിക രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ ആയിരുന്നില്ല. സ്വാഭാവികമായിട്ടും
അതിന് വലിയ തോതിലുള്ള സ്വാധീനം സമൂഹത്തിലില്ല. സമൂഹത്തിന് വസ്തുതകളെ തിരിച്ചറിയാനുള്ള പ്രാപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അൻവർ എന്നുള്ള വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കുറവുകളാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ഇപ്പം മുന്നിൽ വന്നിരിക്കുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയുകയാണ്.